ഹലോ ഗൈസ്, പെരുന്നാളായതുകൊണ്ട് രാവിലെ തന്നെ പുട്ടിടാൻ തുടങ്ങിക്കണം കേട്ടോ. ഇനി പുട്ട് തട്ടി തള്ളാനായിട്ട് ഇറങ്ങിക്കണമെന്ന് ആരും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പുട്ടും ബീഫും അടിക്കണ സുഖം ഉണ്ടല്ലോ, അതൊരു കടി എന്നാലും കിട്ടൂല. അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ചിക്കനും ബീഫും പായസം ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ വല്യമാനെ കാണാനാണ് പോയിക്കണം. വല്യമാണെങ്കിൽ പുതിയണ്ണങ്ങളുമായിട്ട് മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് നല്ല മൊഞ്ചായിട്ട്. അങ്ങനെ വല്യമാനോട് ഞാൻ ഇതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ വല്യമാനെ കാലത്തുള്ള കുറേ കഥ ഉണ്ട് പറഞ്ഞു തന്നെ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ വേറൊരു സാധനമാണ്, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഉദയമായിട്ട് തോന്നും. എങ്ങനെ ഓലപ്പടക്കം പൊട്ടിക്കാന്ന് എളാപ്പോൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. ഈ ശ്രദ്ധകൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഓളിപ്പോൾ എവിടെയെങ്കിലും എത്തി. അങ്ങനെ പിന്നെ നല്ല ഉസാറ് നെയ്ച്ചോറും ബീഫൊക്കെ കൂട്ടിയിട്ട് ഒരു ഒറ്റ ഉറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നീക്കണത് 8 മണിക്കാണ്. രാത്രി 8 മണിയാണ്, പകൽ 8 മണിയാണുള്ള മനസ്സിലാവാതെ കുറച്ചേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നത്. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല, നല്ല പയമ്പരും ബീഫൊക്കെ അടിച്ചുകാണ്ട് ചെങ്ങായിനെ പെരേന്ന് കുട്ടിക്കാണ്ട് ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി. അങ്ങനെ മക്കളെ ബീച്ചിൽ പോയിട്ട് നിൽക്കാൻ പറ്റണ്ടേ, ഈ ചെങ്ങായിന്റെ കയ്യെങ്ങാനും വിട്ട് ഞാൻ ചാവി തിരിച്ചമായി ഇവനൊരു പോക്ക് പോവാണ്. അങ്ങനെ ഇവനും കുട്ടി ഞങ്ങൾ നേരെ അവിടുന്ന് പിന്നെ അവിടുന്ന് നേരെ പോയത് കർമ്മയ്ക്കാണ്. അവിടെ പോയപ്പോൾ അതിലും വലിയ കോമഡി, ആൾക്കാരെ കൊണ്ട് നിൽക്കാനും ഇരിക്കാനും പറ്റണ്ട. അങ്ങനെ പിന്നെ ഒരു ഐസും പേടിച്ച് ഞങ്ങൾ നേരെ തിരൂർക്കന്നെ അങ്ങനെ ഒരു അടിപൊളി ഗ്രീൻ പീസ് നിന്നിട്ട് ഞങ്ങൾ നേരെ പെരേക്ക് വിട്ടേക്കണം. അൽഹംദുലില്ലാ റാഹത്ത്.